ഇന്നലെ നടന്ന USSൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണിത്. ഒന്നാമത്തെ ചോദ്യം, ചിത്രത്തിൽ ADBC എന്നീ വരകൾ സമാന്തരമാണെങ്കിൽ ആംഗിൾ ABC-യുടെ അളവാണ് ചോദിക്കുന്നത്. ADയും BCയും സമാന്തരമാണ്. ഇവിടെ DAC എന്ന് പറയുന്നത് 70 CAB എന്ന് പറയുന്നത് 50 തന്നിട്ടുണ്ട്. അപ്പോൾ ADയും BCയും പാരലലാകുമ്പോൾ അതിനൊരു വര എണ്ണിക്കുമ്പോൾ ഇവിടെ മൊത്തം ഉണ്ടാവുക 120 ഡിഗ്രിയാണ്, 50 70 കൂടി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് 60 ആയിരിക്കും. ആ 60 തന്നെയായിരിക്കും ഈ ബിയുടെ അളവ് വരിക. അപ്പോൾ ആംഗിൾ ABC എന്ന് പറയുന്നത് 60 ഡിഗ്രി. താഴെ കൊടുത്തിരിക്കുന്നതിൽ 1.37 × 5.7 തുല്യമായത് ഓപ്ഷൻ എ ആണ്. ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 454 സെൻറ്റിമീറ്റർ ആണ്. ആ സമചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിൻ്റെ പരപ്പളവ്. ഇപ്പോൾ സമചതുരത്തിൻ്റെ പരപ്പളവ് 454 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് √454 22. അപ്പോൾ അതിൻ്റെ മധ്യബിന്ദു എന്ന് പറഞ്ഞാൽ 11 നിന്നാണ് വരക്കുക. അപ്പോൾ എല്ലാ 11 ഇവിടെ ഒരു മട്ടത്രികോണം കിട്ടും. അപ്പോൾ ഈ വശം കാണാൻ 11² + 11²ൻ്റെ റൂട്ടായിരിക്കും, അതായത് √242 വരിക. അപ്പോൾ 242 √242 242 അടുത്ത എണ്ണൽസംഖ്യകൾ വശമായി വരുന്ന ഒരു ത്രികോണത്തിൻ്റെ ഒരു വശം 11 സെൻറ്റിമീറ്റർ, രണ്ടാമത്തെ 7 സെൻറ്റിമീറ്റർ ആയാലും മൂന്നാമത്തെ വശം എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ, ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടിയാൽ മൂന്നാമത്തെ വശത്തിനേക്കാൾ വലിയ വശത്തിനേക്കാളും വലിയ സംഖ്യ കിട്ടണം. അപ്പോൾ 7ഉം 5ഉം കൂട്ടിയാൽ 12. അപ്പോൾ 11നേക്കാളും വലുതായതുകൊണ്ട് 5ആണ് ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്ന 6 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ 71/2 0.8 × 0.3 × 0.01/0.6 × 0.4 തുല്യമായത് 1/100. ഇതാ ക്രിയ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 25,141 ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ കൂട്ടിയാൽ ഏത് ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ കൂട്ടിയാലാണ് 9 കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. 14 ആണ്. 9 സംഖ്യകളുടെ ശരാശരി 20 ആണെങ്കിൽ 5 സംഖ്യകളുടെ ശരാശരി 18 ആണെങ്കിൽ ബാക്കിയുള്ള വരുന്ന 4 സംഖ്യകളുടെ ശരാശരിയാണ് ചോദിക്കുന്നത്. 9 സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ 9 സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 9 × 20 150. 5 സംഖ്യകളുടെ ശരാശരി 18 ആണ്. 5 സംഖ്യകളുടെ തുക 18 × 5 90. 4 സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ ഈ 150 90 മൈനസ് ചെയ്താൽ 90 കിട്ടും. തുകയാണത്. അപ്പോൾ 4 സംഖ്യകളുടെ ശരാശരിയാണ്. ഈ 90ന് 4 കൊണ്ടായിരിക്കുക 22.5. ചുവടെ കൊടുത്തിരിക്കുന്ന ഭിന്നസംഖ്യയിൽ 7/8 വലുതും 9/10 ചെറുതുമായത് 8/9 ആണ്. 17.5 മീറ്റർ നീളമുള്ള ഒരു ചരട് 1/4 മീറ്റർ വീതം നീളമുള്ള തുല്യ കഷ്ണങ്ങളാക്കാൽ എത്ര കഷ്ണം കിട്ടും എന്ന് പറഞ്ഞാൽ 17.5 1/3 കൊണ്ട് ഹരിച്ചാൽ 14 കിട്ടും. ഒരു വലിയ കുപ്പി നിറക്കാൻ 2.5 ഗ്ലാസ് വെള്ളവും ചെറിയ കുപ്പി നിറക്കാൻ 1.5 ഗ്ലാസ് വെള്ളവും വേണമെങ്കിൽ വലിയ കുപ്പിയുടെയും ചെറിയ കുപ്പിയുടെയും ഉള്ളളവുകൾ തമ്മിലുള്ള അംശബന്ധം 5:3. 11:5 എന്ന അംശബന്ധത്തിന് ഇരുവശത്തും ഏത് സംഖ്യ കൂട്ടിയാൽ അംശബന്ധം 3:2 കിട്ടും. 7 കൂട്ടിയാൽ 2:7 കൂട്ടിയാൽ 11:5 18:12 ചുരുക്കിയാൽ 3:2 ഒരു സമചതുരത്തിൻ്റെ ഓരോ വശവും 10% വർദ്ധിപ്പിച്ചാൽ പരപ്പളവ് 100% വർദ്ധിക്കുക. x⁻150 9x⁻50 ആയാൽ x എത്രയാണെന്നാണ് ചോദ്യം. 1 വരിക. x-ന് 1 കൊടുത്താൽ ആൻസർ സെയിം ആയിരിക്കും. ഇനി 6x - 1 ഒറ്റസംഖ്യയാണെങ്കിൽ തൊട്ടടുത്ത വലിയ ഒറ്റസംഖ്യ എന്ന് പറഞ്ഞാൽ 6x + 1 ആണ്. ചിത്രത്തിൽ O എന്ന് പറയുന്നത് വൃത്ത കേന്ദ്രവും AB എന്നിവ വൃത്തത്തിൻ്റെ മധ്യബിന്ദുക്കളാണെങ്കിൽ ABയുടെ നീളം കണക്കാക്കാനാണ് പറയുന്നത്. O വൃത്തകേന്ദ്രം. അപ്പോൾ O വൃത്തകേന്ദ്രം തന്നിട്ടുണ്ട്. OB എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ O ഈ ABയിലെ മധ്യബിന്ദുവിലേക്കുള്ള നീളം 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ വശം കാണും 10ൻ്റെ സ്ക്വയറിന് ഇതിൻ്റെ 6ൻ്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ അപ്പോൾ 8 കിട്ടും. 8ഉം 8ഉം കൂട്ടിയാൽ 16 സെൻറ്റിമീറ്റർ കിട്ടും. ഇതാ. ഇനി ഒരു സംഖ്യയുടെ 20% എന്ന് പറയുന്നത് 45ആണ്. സംഖ്യ ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ സംഖ്യ നമ്മൾ x ആയിട്ട് എടുത്ത് അതിൻ്റെ 20% 45. x എന്ന് പറയുന്നത് 225. സംഖ്യ 225 ആണ്. 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 1310 ആണെങ്കിൽ ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. 131 ആണ്. ബാക്കി അഭാജ്യ സംഖ്യ 2 5. 2 5 131 ഗുണിച്ചാലാണ് 1310 കിട്ടുക. ഒരു ടാങ്കിൽ 150 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കിന് 2/5 ഭാഗം എന്ന് പറഞ്ഞാൽ ടാങ്കിൽ ആകെ ഉള്ളളവ് 375 ലിറ്റർ. എങ്ങനെയാണെന്ന് വെച്ചാൽ 150 ലിറ്റർ നിറച്ചപ്പോൾ 2/5 ഭാഗം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയൊരു 150 നിറച്ചാൽ 4/5 ഭാഗം എന്നറിയാം. അപ്പോൾ 300 ലിറ്റർ ആവും. പിന്നെ ഒരു 1/5 ഭാഗം എന്നറിയാൻ 150ൻ്റെ പകുതി 75 കൂടെ, അങ്ങനെ 375.
ഇനി താഴെ കൊടുത്തിട്ടുള്ള എക്സ് മൈനസ് വൈ മൈനസ് സെഡിന് തുല്യമായത് എക്സ് മൈനസ് വൈ പ്ലസ് സെഡ്. ഓക്കെ.